വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ സെപ്റ്റംബർ 14 മുതൽ 28 വരെ വിവിധ ആചാരാനുഷ്ഠാനങ്ങളോടെ വൈദിക ചടങ്ങുകൾ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം രക്ഷാധികാരി പ്രകാശൻ സ്വാമികൾ പറഞ്ഞു. സെപ്റ്റംബർ 14 ഉത്രാടം നാളിൽ ഉത്രാടക്കുല സമർപ്പണവും നിറപുത്തിരി ആഘോഷവും നടക്കും. തിരുവോണം നാളിൽ രാവിലെയുള്ള വിശേഷ പൂജകൾക്ക് ശേഷം വിഭവസമൃദ്ധമായ തിരുവോണ സദ്യ നടക്കും. 21 ശനിയാഴ്ച വിശേഷാൽ വൈദിക ചടങ്ങുകൾ നടക്കും. മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, നാരങ്ങ വിളക്ക് പൂജ എന്നിവ നടക്കും. 22 ഞായറാഴ്ച കാർത്തിക നാളിൽ പുലർച്ചെ 5:30 അഷ്ടദ്രവ്യ സമേതം മഹാഗണപതി ഹോമം, 9 മഹാസുദർശന ഹോമം, 10:30 നെയ്വിളക്ക് അർച്ചന, വൈകിട്ട് 7 ഭഗവതി സേവ, 28 കന്നിമാസത്തിലെ ആയില്യ പൂജ വിശേഷാൽ ചടങ്ങുകളോടെ നടക്കും. വളവനാട് ലക്ഷ്മിനാഥ ക്ഷേത്രത്തിലെ ചിങ്ങമാസത്തിലെ ഉത്രാടം നാളിലാണ് ഉത്രാടക്കുല സമർപ്പണവും നിറപുത്തിരി ആഘോഷവും. ക്ഷേത്രം തന്ത്രി കീഴ്പ്പാതായപ്പള്ളി മന ബ്രഹ്മശ്രീ ശ്രീ ചിത്രൻ നമ്പൂതിരി അവർ രാവിലത്തെ പ്രഭാത പൂജയ്ക്ക് ശേഷം നിറപുത്തിരിയുടെ പൂജാതി കർമ്മം ആരംഭിക്കും. അതിനുശേഷം ഭക്തജനങ്ങളെല്ലാവരും ചേർന്ന് അമ്മയ്ക്കും മഹാവിഷ്ണുവിനും ഉത്രാടക്കുല സമർപ്പണമാവും. പിറ്റേ പുലർച്ചയ്ക്ക് തിരുവോണത്തിൻ്റെ വരവേൽപ്പിന് വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ, അന്നദാന മണ്ഡപത്തിലല്ല, അമ്മയുടെ തിരുനടയിൽ എല്ലാ ഭക്തജനങ്ങളും ചമ്പരം പടിഞ്ഞിരുന്ന് തിരുവോണ സദ്യ ഉണ്ണുന്ന ഒരു ചടങ്ങാണ് തിരുവോണ നാളിൽ. വിഭവസമൃദ്ധമായ സദ്യയാണ് ഇത്തവണയും തിരുവോണ നാളിൽ ഒരുക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ 15 തിരുവോണം കഴിഞ്ഞാൽ 21-ാം തീയതി മലയാളമാസത്തിലെ ആദ്യ ശനിയാഴ്ച രാവിലെ 5:30 മണിക്ക് മഹാഗണപതി ഹോമം, തുടർന്ന് 9 മണിക്ക് മഹാമൃത്യുഞ്ജയ ഹോമം, 9:30 മണിയോടുകൂടി നാരങ്ങ വിളക്ക് പൂജയും നടക്കും. പിറ്റേന്ന് ഞായറാഴ്ചയാണ് 22-ാം തീയതി. ഞായറാഴ്ച രാവിലെ 5:30 മണിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം, 8 മണിക്ക് മഹാസുദർശനവും ആരംഭിക്കും. തുടർന്ന് നെയ്വിളക്ക് അർച്ചനയും, വൈകുന്നേരം 7 മണിക്ക് ഭഗവത് സേവ. 24-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 28-ാം തീയതിയാണ് കന്നിമാസത്തിലെ ആയില്യം പൂജ. വെട്ടിക്കോട്ട് ആയില്യം പൂജ അതിപ്രാധാന്യമാണ്. കന്നിമാസ ആയില്യം, അതേപോലെ തന്നെ എല്ലാ മാസത്തിലും ആയില്യം പൂജ വളരെ പ്രധാനമാണ്. വളരെയധികം ജനത്തിരക്കുള്ള ഒരു ദിവസമാണ് ആയില്യം പൂജയ്ക്ക്. വിളിച്ചോലി പ്രായച്ചതോടുകൂടിയാണ് ആയില്യം പൂജ ഇവിടെ നടത്തുന്നത്. 9 മണിക്ക് ആരംഭിക്കുന്ന ആയില്യം പൂജ 2 മണിയോടനുബന്ധിച്ചാണ് അത് തീരുന്നത്. അന്ന് 3 മണിയോളം ആകും ക്ഷേത്രനട അടയ്ക്കുമ്പോഴത്തേക്കും. ചിങ്ങമാസത്തിലെ ബൃഹത്തായ ഈ പരിപാടിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ലക്ഷ്മിനാഥ ക്ഷേത്രത്തിൽ സ്വാഗതം ചെയ്യുന്നു.